അമ്മമ്മ നമ്മളിവിടെ താഴത്തെ പുഴയിലേക്ക് പോവുകയാണ്. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതെല്ലാവരും നടക്കുന്നുണ്ട്. ഇതാണ് അമ്പലം. അച്ഛൻ അതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ താഴേക്ക് ഇനി അങ്ങോട്ടേക്കാണ് കേട്ടോ ഫ്രണ്ട്സ്. ആ ഒരു കവാടത്തിൻ്റെ അവിടേക്കാണ് പോകേണ്ടത്. നമുക്ക് അങ്ങോട്ട് പോകാം. ഒരുപാട് സ്റ്റെപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. അമ്മമ്മ സ്റ്റെപ്പ് കണ്ടാൽ തന്നെ അമ്മമ്മ ഇവിടെ ഉണ്ടായിട്ട് അമ്മമ്മ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരിക. അപ്പം ഇവിടുത്തെ ഈ പുഴയിൽ ഈ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പം കാണിച്ചു തരാം. അമ്മമ്മ കണ്ടാൽ തല കറങ്ങി വീഴും. അത്രയ്ക്കുണ്ട് സ്റ്റെപ്പ്. ഇപ്പം വെറുതെ ഒരു പണിയുമില്ല. അച്ഛൻ 11:30 അമ്പലം അടയ്ക്കുക. അച്ഛൻ അവിടെ ഓട്ടോറിക്ഷ എങ്ങാണോ പൂജ ചെയ്യാണ്. കാണിച്ചു തരാം. 1000 സ്റ്റെപ്പ് കണ്ടോ? ഇത്ര സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് മെല്ലെ വീഴൊന്നുമില്ല. നമുക്ക് നടുവിലൂടെ പോവാട്ടോ. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. കുറച്ച് നേരം ഇനി തളർന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടെ കുറച്ച് നേരം നിൽക്കുന്നൊക്കെ ആഗ്രഹമുണ്ട്. നിൽക്കാൻ പറ്റുമെന്നറിയില്ല. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നിൽക്കാം. ഡ്രസ്സുണ്ട്. അച്ഛനവിടൊക്കെ തപ്പുണ്ടാവും. അച്ഛൻ്റെ അത് നമ്മുടെ കാറിലല്ല. ചിലപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കാൻ ഇതാ പാറുണ്ട്. സൂക്ഷിച്ചൊക്കെ നടക്കണം. അതാണ് പ്രശ്നം. ഇവിടെ നല്ല ശബ്ദമുണ്ട്. കുറേ പേര് ഓടിയൊക്കെ പോകും. പക്ഷെ ഇവിടെ മഴേൻ്റെ വെള്ളം അമ്മ അത് അവിടെ എത്തിയിട്ടേ ഉള്ളൂ. അവിടെ എത്തിയിട്ടുള്ളൂ. എത്താനായിട്ടോ. ഞങ്ങളിവിടെ എത്താനേ ഇത്ര സ്റ്റെപ്പും കൂടെ ഉള്ളൂ. ഇനി ഇച്ചിരി നടക്കണം. കണ്ടോ? ഇച്ചിരി നടക്കണം. അവിടെ ഒരു പശുക്കുട്ടീനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിൻ്റെ ബാക്ക് കാണുന്നുണ്ട്. നീ നടക്കുമ്പോൾ പശുക്കുട്ടിയൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒരു പശുവുണ്ട്. പശുവിൻ്റെ കുട്ടിയുണ്ട്. ഏറെക്കൊക്കെയോ ഫാമിലി വന്നിട്ടുണ്ട്. അവിടെ പ്രാർത്ഥിച്ചിട്ട് വേണം നമുക്ക് പുഴേൻ്റെ അവിടേക്ക് കളിക്കാൻ പോകാൻ. പുഴേൻ്റെ അവിടേക്ക് കളിക്കാൻ പോയിട്ട് ഫ്രണ്ട്സ് ഞാൻ വിചാരിച്ച് അമ്മമ്മയോടെ 2 ഏട്ടന്മാർ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് പുഴയിൽ കളിക്കാനുള്ള ആക്രാന്തത്തിലാണ്. നോക്കുമ്പോൾ താഴെ പ്രാർത്ഥിക്കാൻ വന്നതാണ്. അപ്പം നമ്മൾ സ്റ്റെപ്പൊക്കെ ഫിനിഷ് ചെയ്തു കേട്ടോ. ഇനി ഇച്ചിരി നടക്കണം. പശുക്കുട്ടീനെ കാണിച്ചിട്ട്. പച്ചക്കുട്ടി ആയില്ല. അതിവിടെ പ്രാർത്ഥിക്കണ്ടേ? എന്നിട്ടല്ലേ ഊരിടുക. മാല കടിക്കല്ലേ കുട്ടി. അത് സ്വാമിയല്ലേ. കണ്ടതാ ഇവിടെ കിടക്കുന്ന അതിൻ്റെ അടുത്ത് തെരുപ്പ് വെച്ചത്. എന്താ നോക്കണത്? ഹായ് കാണിക്കും. ചെരുപ്പ് ഇടയിലിരിക്കാം. തോട്ടിൽ പോവാ കാലം എഴുതാൻ. ദൈവം പ്രാർത്ഥിക്കാം. ആൽമരമുണ്ടല്ലോ. അയ്യനാണ് ഭണ്ഡാരിട്ടതാണ്. ഞാൻ കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇറങ്ങുന്നാണോ ഇറങ്ങണ്ടേന്നൊന്നും അറിയില്ല. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സ്ഥലം.